ഹലോ ഹായ് എല്ലാവർക്കും ലേണിനോടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വിധു കൃഷ്ണ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓഗസ്റ്റ് മാസത്തിലെ ആദ്യത്തെ ആഴ്ചയിലെ കറണ്ട് അഫയേഴ്സ് ആണ്. അതായത് ഓഗസ്റ്റ് 1 തൊട്ട് 10 വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ കറണ്ട് അഫയേഴ്സിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ LDCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി അല്ലേ. LDCയിൽ നമ്മൾ തിരുവനന്തപുരത്തിന് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ തിരുവനന്തപുരത്തിൽ കറണ്ട് അഫയേഴ്സിൽ ഒരു 5-6 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ LD ക്ലർക്കിന് വേണ്ടി നടത്തിയ എക്സാമിൽ ഒരു 5-6 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് ഒരിക്കലും മിസ് ചെയ്യരുത്. എല്ലാ വീഡിയോസും ഇരുന്ന് കാണാൻ നമ്മൾ പേപ്പർ നോക്കിയിട്ട് ഓരോ വേർഡ് ബൈ വേർഡായിട്ട് വായിച്ച് നോക്കിയിട്ട് ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് എന്തായാലും ഉപകരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം ഒട്ടും കളയാനില്ല. വേഗം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ആപ്ലിക്കേഷൻ പ്രിപ്പയർഡ് ബൈ ദ സ്റ്റേറ്റ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ഫോർ അഗ്രികൾച്ചറൽ സർവീസസ്? എന്താണ് ഈ ക്വസ്റ്റ്യൻ? അതായത് കാർഷിക സേവനങ്ങൾക്കായി സംസ്ഥാന കൃഷി വകുപ്പ് തയ്യാറാക്കിയ ഏകജാലക സംവിധാനം, ഒരു ആപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. അതിന്റെ പേര് എന്താണെന്നാണ് ചോദ്യം. എന്താണ്? ദ റൈറ്റ് ആൻസർ ഈസ് കതിർ ആപ്പ് എന്നാണ് അതിന്റെ പേര്. കാർഷിക സേവനങ്ങൾക്കായി സംസ്ഥാന കൃഷി വകുപ്പ് തയ്യാറാക്കിയ ഏകജാലക സംവിധാനം എന്താണ്? കതിർ. KATHIR. അപ്പോൾ കാർഷിക സേവനങ്ങൾക്കൊക്കെ ഒരു ഏകജാലക സംവിധാനം വരികയാണ്. സംസ്ഥാന കൃഷി വകുപ്പ് തയ്യാറാക്കിയ കതിർ ആപ്പ്. ചിങ്ങം 1 കർഷക ദിനം എന്നാണ്. ചിങ്ങം 1 അല്ലെ, കർഷക ദിനത്തിനാണ് നിലവിൽ വരാൻ പോകുന്നത്. കേരള അഗ്രികൾച്ചറൽ ടെക്നോളജി ഹബ് ആൻഡ് ഇൻഫോർമേഷൻ റെപ്പോസിറ്ററി എന്നതിന്റെ ചുരുക്കപ്പേരാണ് കതിർ എന്ന് പറയുന്നത്. വെബ് പോർട്ടലായിട്ടും മൊബൈൽ ആപ്ലിക്കേഷനായിട്ടും രൂപപ്പെടുത്തിയിട്ടുണ്ട് കതിർ കേട്ടോ. ആപ്പ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പ്രയോജനപ്പെടുത്തിയാൽ ഉൽപാദനോപാധികളുടെ ഉപയോഗം നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ മിതപ്പെടുത്തുന്നതിലൂടെ കാർഷിക ചെലവ് ഗണ്യമായി കുറയ്ക്കാൻ കഴിയുമെന്നാണ് കൃഷി വകുപ്പിന്റെ പ്രതീക്ഷ. കർഷകർക്ക് നേരിട്ട് കാർഷിക വിദഗ്ധരുമായിട്ടും അതുപോലെ തന്നെ ശാസ്ത്രജ്ഞരുമായിട്ടും ആശയവിനിമയം നടത്തുന്നതിനും സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനും ആപ്പ് വഴിയൊരുക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. വിള ഇൻഷുറൻസ്, സാമ്പത്തിക സേവനങ്ങൾ, വിപണി, സാങ്കേതിക വിവരങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നതിലൂടെ തടസ്സങ്ങൾ മാറുമെന്നാണ് കരുതുന്നത്. ഈ ആപ്പിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാ ചോദിച്ചു കഴിഞ്ഞാൽ, കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അപകട സാധ്യത കുറയ്ക്കുക, കൃഷി സംരക്ഷണത്തിനുള്ള നിർദ്ദേശങ്ങളും ഉപദേശ സേവനങ്ങളും നൽകുക, ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ ഡേറ്റയും ഏകീകരിക്കുക, കാലാവസ്ഥ അധിഷ്ഠിതമായി വിളകൾ കണ്ടെത്തുക, വിളവിസ്തീർണം, വിളവ് എന്നിവ കണക്കാക്കുക, വിതരണ ശൃംഖലയും സേവനവും ഉറപ്പാക്കുന്നതിന് മാർക്കറ്റ് ലിങ്കേജ് ആസൂത്രണം ചെയ്യുക, സർക്കാർ ആനുകൂല്യങ്ങളുടെയും പദ്ധതികളുടെയും നടപ്പാക്കലും നിരീക്ഷണവും, പ്രധാന കാർഷിക പരിപാടികൾ സംബന്ധിച്ച വിവരങ്ങൾ എല്ലാം ഈ ആപ്പിൽ ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിലെന്ന അർത്ഥത്തിൽ കാർഷിക മേഖലയിലെ രാജ്യത്തെ തന്നെ ആദ്യത്തെ സംയോജിത പോർട്ടലാണ് ഇത് കതിർ ആപ്പ് എന്ന് പറയുന്നത്. തികച്ചും കർഷക സൗഹൃദമായൊരു രൂപകൽപ്പനയാണ് കതിർ ആപ്പ്. അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം: ഹു ഈസ് ദ ന്യൂ പ്രൈം മിനിസ്റ്റർ ഓഫ് ബംഗ്ലാദേശ്? ബംഗ്ലാദേശിലെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? ദ റൈറ്റ് ആൻസർ ഈസ് മുഹമ്മദ് യൂനൂസ് ഈസ് ദ ന്യൂ പ്രൈം മിനിസ്റ്റർ ഓഫ് ബംഗ്ലാദേശ്. സംവരണ വിഷയങ്ങളിൽ വിദ്യാർത്ഥി സംഘടനകളുടെ നിസ്സഹകരണ സമരം കലാപമായി ആളിക്കത്തിയതോടെയാണ് ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീന രാജിവെച്ചത്. അങ്ങനെയാണ് മുഹമ്മദ് യൂനൂസ് പ്രധാനമന്ത്രിയാകുന്നത്. 1971 ബംഗ്ലാദേശ് വിമോചന പോരാട്ടത്തിൽ പങ്കെടുത്തവരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ ജോലിയിൽ ഉണ്ടായിരുന്ന 30% സംവരണം പുനഃസ്ഥാപിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് ആരംഭിച്ച വിദ്യാർത്ഥി സമരമാണ് കലാപമായി അവിടെ വളർന്നത്. സംവരണം സുപ്രീം കോടതി ഇടപെട്ട് 5% കുറച്ചതോടെ സംഘർഷത്തിൽ കുറച്ച് അയവൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഹസീനയുടെ രാജി ആവശ്യപ്പെട്ട് വിവേചന വിരുദ്ധ വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സമരം വീണ്ടും അവിടെ ശക്തമായി. 2 ദിവസത്തെ ഏറ്റുമുട്ടലിൽ 157 പേരാണ് അവിടെ കൊല്ലപ്പെട്ടത്. ഭരണകക്ഷിയായ അവാമി ലീഗിന്റെ പ്രവർത്തകരും പ്രക്ഷോഭകരെ നേരിടാൻ ഇറങ്ങിയതോടെ രാജ്യമെങ്ങും കലാപ അന്തരീക്ഷമായി മാറുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ BSF സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. പ്രക്ഷോഭകാരികൾ ധാക്കയിലെ ഇന്ദിരാഗാന്ധി കൾച്ചർ സെന്റർ തകർത്തിരുന്നു. എയർ ഇന്ത്യയും ഇൻഡിഗോയും ധാക്കയിലേക്കും തിരിച്ചുമുള്ള വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. ചെന്നൈ, ധാക്ക, ഇൻഡിഗോ വിമാനം കൊൽക്കത്തയിലേക്ക് വഴിതിരിച്ചു വിട്ടിട്ടുണ്ട്. ഇരു രാജ്യങ്ങൾക്കിടയിലും ട്രെയിൻ സർവീസും റദ്ദാക്കിയിട്ടുണ്ട്. അവസാനം ബംഗ്ലാദേശിൽ നിലവിലുള്ള പാർലമെന്റ് പിരിച്ചുവിട്ടു. പ്രസിഡന്റ് ആരാണ്? അവിടുത്തെ പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ ആണ്. എന്നിട്ടാണ് ഇടക്കാല സർക്കാരിനെ പ്രഖ്യാപിച്ചത്. അതിന്റെ പ്രൈം മിനിസ്റ്ററായിട്ട് മുഹമ്മദ് യൂനൂസിനെ തെരഞ്ഞെടുക്കുകയായിരുന്നു. സമാധാന നോബൽ ജേതാവാണ് മുഹമ്മദ് യൂനൂസ്.
യുനൂസിന്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ രൂപീകരിക്കണമെന്നായിരുന്നു പ്രക്ഷോഭം നയിക്കുന്ന വിദ്യാർത്ഥി നേതാക്കളുടെ ആവശ്യം. ഗ്രാമീണരുടെ ദാരിദ്ര്യം തടയാൻ സൂക്ഷ്മ വായ്പ നിക്ഷേപ പദ്ധതി നടപ്പിലാക്കിയ ഗ്രാമീൺ ബാങ്കിന്റെ സ്ഥാപകനാണ് യൂനൂസ് എന്ന് പറയുന്നത്. നിലവിൽ വിദേശത്തുള്ള യൂനൂസ് സ്ഥാനം ഏറ്റെടുക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. ആഭ്യന്തര കലാപം രൂക്ഷമായതിനെ തുടർന്ന് രാജ്യം വിട്ട മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഏതാനും ദിവസം കൂടി ഇന്ത്യയിൽ തുടരുമെന്നാണ് വാർത്തകൾ വന്നിട്ടുള്ളത്. ലണ്ടനിലേക്കുള്ള തുടർ യാത്രയ്ക്ക് ചില തടസ്സങ്ങൾ നേരിട്ടതാണ് കാരണം. ബംഗ്ലാദേശിലെ കേസുകളിൽ നിന്നുള്ള സുരക്ഷ ഉറപ്പു നൽകാൻ ബ്രിട്ടൻ തയ്യാറായില്ല എന്നാണ് സൂചന. അതീവ സുരക്ഷയിലെ രഹസ്യ കേന്ദ്രത്തിലാണ് ഹസീനയും സഹോദരി രഹാനയും ഇപ്പോഴുള്ളത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം, ഒളിമ്പിക്സ് നടക്കുന്നതുകൊണ്ട് തന്നെ കുറേ അധികം സ്പോർട്സ് വാർത്തകളായിരിക്കും നമുക്ക് വരിക കേട്ടോ. ഈ ആഴ്ചയിലും അടുത്ത ആഴ്ചയിലെല്ലാം സ്പോർട്സ് വാർത്തകളായിരിക്കും കൂടുതലായിട്ടും വരിക. അപ്പം മൂന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഹു ഹാസ് വോൺ ദ ഗോൾഡ് മെഡൽ ഇൻ മെൻസ് പോൾ വാൾട്ട് ഇൻ ദിസ് ഒളിമ്പിക്സ്? ഈ ഒളിമ്പിക്സിൽ പോൾ വാൾട്ടിൽ ഗോൾഡ് മെഡൽ നേടിയത് ആരാണ്? പുരുഷ പോൾ വാൾട്ടിൽ സ്വർണം നേടിയത് ആരാണ്? റൈറ്റ് ആൻസർ ഈസ് അർമാൻഡ് ഡുപ്ലൻസ്. അർമാൻഡ് ഡുപ്ലൻസ് ഹാസ് വോൺ ദ ഗോൾഡ് മെഡൽ ഇൻ മെൻസ് പോൾ വാൾട്ട് ഇൻ ദിസ് ഒളിമ്പിക്സ്. ഡുപ്ലൻസിന്റെ നേട്ടങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ 4 വർഷത്തിനിടെ 9 ലോക റെക്കോർഡുകൾ, 2 ഒളിമ്പിക് സ്വർണം, 2 ലോക ചാമ്പ്യൻഷിപ്പ് വിജയങ്ങൾ. ഇതൊക്കെയാണ് ഡുപ്ലൻസിന്റെ മികവുകൾ അല്ലെങ്കിൽ ഡുപ്ലൻസ് നേടിയ നേട്ടങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ പറയാനുള്ളത്. പോൾ വാൾട്ടിൽ 6.25 മീറ്റർ ചാടിയ അർമാൻഡ് ഡുപ്ലൻസ് കരിയറിൽ 9ാം തവണയാണ് ലോക റെക്കോർഡ് തിരുത്തുന്നത്. തൻ്റെ പേരിലുള്ള ലോക റെക്കോർഡ് തന്നെയാണ് അദ്ദേഹം തിരുത്തുന്നത്. ഒപ്പം ഒളിമ്പിക് സ്വർണം നിലനിർത്തുകയും ചെയ്തു. 2020 ഫെബ്രുവരിയിലായിരുന്നു ആദ്യ ലോക റെക്കോർഡ്. അത് 6.17 മീറ്റർ ആയിരുന്നു. 2020 ഫെബ്രുവരിയിൽ തന്നെ ആ ലോക റെക്കോർഡ് മറികടന്നു, 6.18 മീറ്ററായി. 2022 മാർച്ചിൽ 6.19 മീറ്ററായി. ആ വർഷം തന്നെ 6.20 മീറ്ററായിട്ട് വീണ്ടും തൻ്റെ തന്നെ റെക്കോർഡ് തിരുത്തി. 2022 ജൂലൈയിൽ, ആ വർഷം എന്നാൽ ജൂലൈ മാസത്തിൽ 6.21 മീറ്റർ. 2023 ഫെബ്രുവരിയിൽ 6.22 മീറ്റർ. 2023 സെപ്റ്റംബറിൽ 6.23 മീറ്റർ. 2024 ഏപ്രിൽ 6.24 മീറ്റർ. 2024 ഓഗസ്റ്റിൽ 6.25 മീറ്റർ. ഇതൊക്കെയാണ് ഡുപ്ലൻസിന്റെ ലോക റെക്കോർഡുകൾ. അടുത്ത ചോദ്യമാണ് 4ാമത്തെ ചോദ്യം. ഹു ഈസ് ഇന്ത്യൻ പ്രസിഡന്റ് ഹു ഡിസേർവ് ദ ഹയസ്റ്റ് ഹോണർ ഓഫ് ഫിജി? ഫിജിയുടെ പരമോന്നത ബഹുമതിക്ക് അർഹയായ ഇന്ത്യൻ രാഷ്ട്രപതി. 2024 കൂടി ചേർക്കാമല്ലേ, കറണ്ട് അഫയേഴ്സ് ആയത് കാരണം. ഫിജിയുടെ പരമോന്നത ബഹുമതിക്ക് അർഹയായ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? ദ്രൗപദി മുർമു ആണ് കേട്ടോ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ഫിജിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ഏതാണെന്ന് അറിയാമോ? കമ്പാനിയൻ ഓഫ് ദി ഓർഡർ ഓഫ് ഫിജി എന്നാണ് അവിടുത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള റെദു വില്യമേ സമ്മാനിച്ചത്. ഫിജി പാർലമെന്റിനെ ഇന്ത്യൻ രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു. ഇന്ത്യക്കാരുടെ കൂട്ടായ്മയിലും രാഷ്ട്രപതി പങ്കെടുത്തിരുന്നു. ഫിജിയിലെ സന്ദർശനം പൂർത്തിയാക്കി ന്യൂസിലൻഡിലേക്ക് തിരിച്ച രാഷ്ട്രപതിയുടെ സംഘത്തിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, എംപിമാരായിട്ടുള്ള സൗമിത്ര ഖാൻ, ജുഗൽ കിഷോർ എന്നിവരുമുണ്ട്. അടുത്ത ചോദ്യം, 5ാമത്തെ ചോദ്യം. ഹു ഈസ് ദ 5th പ്ലെയർ ടു അച്ചീവ് ദ ഗോൾഡൻ സ്ലാം? അതായത് ഗോൾഡൻ സ്ലാം കൈവരിക്കുന്ന 5ാമത്തെ താരം ആരാണ്? എന്താണ് ഒരു ഗോൾഡൻ സ്ലാം എന്ന് പറഞ്ഞാൽ? എന്താണ്? ഒരു കലണ്ടർ വർഷം തന്നെ 4 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങളും, അതായത് ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, വിംബിൾട്ടൺ, US ഓപ്പൺ, ഒളിമ്പിക് സിംഗിൾസ് സ്വർണം നേടുന്നതിനാണ് ഗോൾഡൻ സ്ലാം എന്ന് പറയുന്നത്. അപ്പൊ ഗോൾഡൻ സ്ലാം കൈവരിക്കുന്ന 5ാമത്തെ താരം ആരാണ് എന്നാണ് ചോദ്യം. ആരാണ്? ദ റൈറ്റ് ആൻസർ ഈസ് നൊവാക് ജോക്കോവിച്ച്. ജർമ്മൻ വനിതാ താരം സ്റ്റെഫി ഗ്രാഫ് മാത്രമാണ് ടെന്നീസ് ചരിത്രത്തിൽ ഗോൾഡൻ സ്ലാം നേടിയ ഒരേ ഒരു താരം. 1988 സ്റ്റെഫിയുടെ നേട്ടം. കരിയറിൽ 4 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങളും ഒളിമ്പിക് സിംഗിൾസ് സ്വർണം നേടുന്നതാണ് ഈ കരിയർ ഗോൾഡൻ സ്ലാം എന്ന് പറയുന്നത്. ഈ നേട്ടം കൈവരിക്കുന്ന 5ാമത്തെ താരമാണ് ആര്? നൊവാക് ജോക്കോവിച്ച്. സ്റ്റെഫി ഗ്രാഫ്, സെറീന വില്യംസ്, ആന്ദ്രെ അഗസി, റാഫേൽ നദൽ എന്നിവരാണ് ഈ നേട്ടം കൈവരിച്ച മറ്റുള്ളവർ. 24 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങളുടെ നിറപകിട്ടുള്ള തന്റെ ഷെൽഫിലേക്ക് സെർബിയൻ ടെന്നീസ് താരം തിളക്കമുള്ള ഒന്നും കൂടി ചേർത്തിരിക്കുകയാണ്. അതെന്താണ്? ഒളിമ്പിക് സ്വർണ്ണമാണ് അല്ലെ. റൊളാൻഡ് ഗാരോസിൽ നടന്ന പുരുഷ സിംഗിൾസ് ഫൈനലിൽ 37-കാരൻ ജോക്കോവിച്ച് തോൽപ്പിച്ചത് പുതുതലമുറയിൽ തനിക്ക് ഏറ്റവും വെല്ലുവിളി സൃഷ്ടിക്കുന്ന 21-കാരൻ കാർലോസ് അൽക്കാരസിനെ തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു കാർലോസ് അൽക്കാരസ് തോൽപ്പിച്ചത് നൊവാക് ജോക്കോവിച്ചിനെ തോൽപ്പിച്ചു എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. എന്നാൽ ഇപ്രാവശ്യം ഒളിമ്പിക്സിൽ എന്താണ് സംഭവിച്ചത്? നേരെ തിരിച്ച് സംഭവിച്ചിരിക്കുകയാണ്. 21-കാരൻ കാർലോസ് അൽക്കാരസിനെ നൊവാക് ജോക്കോവിച്ച് തോൽപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷവും വിംബിൾട്ടൺ ഫൈനലിൽ തന്നെ തോൽപ്പിച്ച സ്പാനിഷ് താരം അൽക്കാരസിനെതിരെ
ടൈ ബ്രേക്കറിലാണ് ജോക്കോവിച്ച് 2 സെറ്റും നേടിയത്. അൽക്കാരസ് വെള്ളിയും ഇറ്റലിയുടെ ലൊറാൻസോ മുസെറ്റി വെങ്കലവും നേടി. അടുത്ത ചോദ്യം, 6ാമത്തെ ചോദ്യം, ഹു ഈസ് എ ന്യൂ ആർമി മെഡിക്കൽ സർവീസസ് ഡയറക്ടർ ജനറൽ? ഹു ഈസ് ദ ന്യൂ ആർമി മെഡിക്കൽ സർവീസസ് ഡയറക്ടർ ജനറൽ? ദ റൈറ്റ് ആൻസർ ഈസ് സാധന സക്സേന. ആർമി മെഡിക്കൽ സർവീസ് ഡയറക്ടർ ജനറൽ ആയിട്ട് ലഫ്റ്റനന്റ് ജനറൽ സാധന സക്സേന നായർ ചുമതലയേറ്റിരിക്കുകയാണ്. പദവിയിലെത്തുന്ന ആദ്യ വനിതാ ഓഫീസറാണ് ആര്? സാധന സക്സേന. സായുധ സേന ഹോസ്പിറ്റൽ സർവീസസ് ഡയറക്ടർ ജനറൽ ആയിരുന്നു സാധന സക്സേന. പൂനെ ആൻഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജിൽ നിന്നാണ് ബിരുദം നേടിയത്. 1985 ആർമി മെഡിക്കൽ കോറിന്റെ ഭാഗമായത്. ഉത്തർപ്രദേശിലെ അലഹബാദ് സ്വദേശിയായ സാധനയ്ക്ക് വിശിഷ്ട സേവാ മെഡൽ ലഭിച്ചിട്ടുമുണ്ട്. പാലക്കാട് ഒറ്റപ്പാലം പനയൂർ സ്വദേശിയായ റിട്ടയർഡ് എയർ മാർഷൽ KP നായരാണ് ഭർത്താവ്. പ്രതിരോധ സേനകളിൽ 3 സ്റ്റാർ റാങ്കിലെത്തുന്ന 2ാമത്തെ ദമ്പതികളാണ് ഇവർ. അടുത്ത ചോദ്യം, 7ാമത്തെ ചോദ്യം, ഹു ഈസ് അപ്പോയിന്റഡ് ആസ് എ ന്യൂ UPSC ചെയർപേഴ്സൺ? ഹു ഈസ് അപ്പോയിന്റഡ് ആസ് ന്യൂ UPSC ചെയർപേഴ്സൺ? UPSCയുടെ പുതിയ ചെയർപേഴ്സൺ ആരാണ്? പ്രീതി സുധൻ. UPSCയുടെ പുതിയ ചെയർപേഴ്സണായിട്ട് പ്രീതി സുധനെയാണ് നിയമിച്ചിരിക്കുന്നത്. 1983 ബാച്ച് ആന്ധ്ര കേഡർ IAS ഉദ്യോഗസ്ഥയായിരുന്നു പ്രീതി. കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി ആയിട്ട് 2020 ജൂലൈയിലാണ് വിരമിച്ചത്. കേന്ദ്ര വനിതാ ശിശുക്ഷേമ പ്രതിരോധ മന്ത്രാലയങ്ങളിലെ ലോക ബാങ്ക് കൺസൾട്ടന്റ് ആയിട്ടും പ്രവർത്തിച്ചിട്ടുള്ള ഇവർ 2022 ഡിസംബർ മുതൽ UPSC അംഗമാണ്. UPSC അധ്യക്ഷ പദവിയിലെത്തുന്ന 2ാമത്തെ വനിതയാണ് പ്രീതി. 1996 അധ്യക്ഷയായിരുന്ന റോസ് മിലിയൻ മാത്യു ആണ് പദവി വഹിച്ച ആദ്യ വനിത. മനോജ് സോണി രാജിവെച്ചതോടെയാണ് പുതിയ ചെയർപേഴ്സണെ നിയമിച്ചത്. അടുത്ത ചോദ്യം, 8ാമത്തെ ചോദ്യം, ഡോക്ടർ MS വല്യത്താൻ ഹു ഡൈഡ് റീസെൻ്റ്ലി വാസ് ആൻ എക്സ്പേർട്ട് ഇൻ വിച്ച് ഫീൽഡ്? അതായത് ഈയിടെ അന്തരിച്ച ഡോക്ടർ MS വല്യത്താൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വിദഗ്ധനാണ്? ഈയിടെ അന്തരിച്ച ഡോക്ടർ MS വല്യത്താൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വിദഗ്ധനാണ്? ഏത് മേഖലയാണ്? കലയാണോ, സാമൂഹിക സേവനമാണോ, സ്പോർട്സ് ആണോ, ആരോഗ്യമാണോ? ആരോഗ്യമാണ് അല്ലേ. ലോക പ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധനും തിരുവനന്തപുരം ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ സ്ഥാപക ഡയറക്ടറുമാണ് ആര്? ഡോക്ടർ MS വല്യത്താൻ. മാർത്താണ്ഡവർമ്മ ശങ്കരൻ വല്യത്താൻ എന്നാണ് MS വല്യത്താന്റെ പൂർണ്ണനാമം. MS മാർത്താണ്ഡവർമ്മ ശങ്കരൻ വല്യത്താൻ എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം. ഉടുപ്പി മണിപ്പാൽ അക്കാദമി ഓഫ് ഫയർ എഡ്യൂക്കേഷന്റെ ആദ്യ വൈസ് ചാൻസലറായിരുന്നു ഡോക്ടർ വല്യത്താൻ. ഹൃദയവാൽവുകൾ ശ്രീ ചിത്രയിൽ തന്നെ നിർമ്മിച്ച് കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കിയത് വല്യത്താൻ്റെ പരിശ്രമങ്ങളിലൂടെയാണ്. 1990 പത്മഭൂഷണം, 2005 പത്മവിഭൂഷണം നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം, 9ാമത്തെ ചോദ്യം, ഹൗ മെനി ഇയേഴ്സ് ഓഫ് ഇന്റർനാഷണൽ ചെസ് ഫെഡറേഷൻ വിൽ ബി ഒബ്സർവ്ഡ് ഇൻ 2024? അതായത് രാജ്യാന്തര ചെസ് ഫെഡറേഷന്റെ എത്രാമത്തെ വാർഷികമാണ് 2024 ആചരിക്കുന്നത്? രാജ്യാന്തര ചെസ് ഫെഡറേഷന്റെ എത്രാമത്തെ വാർഷികമാണ് 2024 ആചരിക്കുന്നത്? ദ റൈറ്റ് ആൻസർ ഈസ് 100. ഓക്കെ, രാജ്യാന്തര ചെസ് ഫെഡറേഷന്റെ 100ാമത്തെ വാർഷികമാണ് 2024 ആചരിക്കുന്നത്. അപ്പോൾ തുടങ്ങിയത് 1924 മനസ്സിലായല്ലേ. 1924 ജൂലൈ 20 പാരീസിലാണ് രാജ്യാന്തര ചെസ് ഫെഡറേഷൻ FIDE പിറവിയെടുക്കുന്നത്. ഫിഡോയുടെ സ്ഥാപക ദിനമായ ജൂലൈ 20 ലോക ചെസ് ദിനമായിട്ടാണ് ആചരിക്കുന്നത്. 1966 ജൂലൈ 20 ചെസ് ദിനമായി യുനെസ്കോ അംഗീകരിച്ചത്. ഫിഡെ റാങ്കിങ്ങിൽ ആദ്യ 10-ൽ 3 ഇന്ത്യക്കാരും ആദ്യ 11-ൽ 4 ഇന്ത്യക്കാരുമുണ്ട്. 4ാം സ്ഥാനത്തുള്ള അർജുൻ എരിഗാസിയാണ് റാങ്കിങ്ങിൽ 1ാമതുള്ള ഇന്ത്യൻ താരം. D ഗുഗേഷ്, R പ്രജ്ഞാനന്ദ, വിശ്വനാഥൻ ആനന്ദ് എന്നിവരാണ് തുടർന്നുള്ള 3 സ്ഥാനങ്ങളിൽ. നിഹാൽ സരിൻ, SN നാരായൺ, GN ഗോപാൽ തുടങ്ങിയവരാണ് കേരളത്തിൽ നിന്നുള്ള ഗ്രാൻഡ് മാസ്റ്റർമാർ. അടുത്ത ചോദ്യം, 10ാമത്തെ ചോദ്യം, വിച്ച് ഫിലിം വോൺ ദ ബെസ്റ്റ് ഫിലിം അവാർഡ് അറ്റ് ദ 47th കേരള ഫിലിം അവാർഡ്സ് 2023? അതായത് 2023 47ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ച സിനിമ ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? ആട്ടമാണ്. ഡോക്ടർ അജിത് ജോയ് നിർമ്മിച്ച് ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ചിത്രമാണ് ആട്ടം എന്ന് പറയുന്നത്. ഗരുഡിലെ അഭിനയത്തിന് ബിജു മേനോനും പൂക്കാലത്തിലെ വേഷത്തിന് വിജയരാഘവനും മികച്ച നടന്മാർക്കുള്ള പുരസ്കാരം നേടി. ജവാനും മുല്ലപ്പൂവും എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ശിവതയും ആട്ടത്തിലെ വേഷത്തിന് സരൺ ഷിഹാബും മികച്ച നടിക്കുള്ള പുരസ്കാരവും പങ്കിട്ടിട്ടുണ്ട്.
അടുത്ത ചോദ്യം 11ാമത്തെ ചോദ്യം, വിച്ച് ഇസ് ദ ഫസ്റ്റ് സാറ്റലൈറ്റ് ലോഞ്ച്ഡ് ബൈ ഇന്ത്യ ടു സ്റ്റഡി പോളറൈസേഷൻ ഓഫ് കോസ്മിക് എക്സ്റേസ്. അതായത് ബഹിരാകാശ എക്സ്റേ കിരണങ്ങളുടെ ധ്രുവീകരണത്തെ പറ്റി പഠിക്കാൻ ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം ഏതാണ്? ബഹിരാകാശ എക്സ്റേ കിരണങ്ങളുടെ ധ്രുവീകരണത്തെ പറ്റി പഠിക്കാൻ ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം ഏതാണ്? ദ റൈറ്റ് ആൻസർ ഈസ് എക്സ്പോസാറ്റ്. PSLV റോക്കറ്റിന്റെ 60ാം ദൗത്യമാണ് എക്സ്പോസാറ്റ് എന്ന് പറയുന്നത്. എക്സ്പോസാറ്റ് എന്ന് പറയുമ്പോൾ എക്സ്റേ പോളരിമീറ്റർ സാറ്റലൈറ്റ്, അതാണ് എക്സ്പോസാറ്റ്. എക്സ്റേ പോളരിമീറ്റർ സാറ്റലൈറ്റ് എന്നാണ്. PSLV 58 ആണ് വിക്ഷേപണ വാഹനം. എക്സ്പോസാറ്റ് വിക്ഷേപിച്ചത് 2024 ജനുവരി 1-നാണ് കേട്ടോ. പോളിക്സ്, എസ്പെക്ട് എന്നിവയാണ് എക്സ്പോസാറ്റ് പെലോഡുകൾ എന്ന് പറയുന്നത്. ഡോക്ടർ M ജയകുമാറാണ് എക്സ്പോസാറ്റ് മിഷൻ ഡയറക്ടർ. അടുത്ത ചോദ്യം 12ാമത്തെ ചോദ്യം, വിച്ച് ഇസ് ദ വെന്യൂ ഓഫ് 76th ആർമി ഡേ സെലിബ്രേഷൻ ഇൻ 2024. അതായത് 2024 76ാമത് കരസേനാ ദിനാഘോഷത്തിന്റെ വേദി ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? റൈറ്റ് ആൻസർ ലക്നൗ ആണ്. അപ്പം 2024 76ാമത് കരസേനാ ദിനാഘോഷമാണ് നടക്കാൻ പോകുന്നത്. 2024 76ാമത് കരസേനാ ദിനാഘോഷം. ഓക്കെ, അതിന്റെ വേദി എവിടെയാണ്? ലക്നൗ ആണ്. ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയാണ് നിലവിലെ കരസേനാ മേധാവി. നിലവിലെ കരസേന ഉപമേധാവി ആരാണ്? NS രാജ സുബ്രഹ്മണ്യാണ്. 2024 കരസേനാ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് ഇൻ സർവീസ് ഓഫ് ദ നാഷൻ എന്നതാണ്. ഇന്ത്യൻ കരസേനാ ദിനം എന്നാണ്? ജനുവരി 15-നാണ്. കരസേനാ ദിനാഘോഷത്തിന്റെ വേദി എവിടെയാണ്? ലക്നൗ ആണ്. ലക്നൗ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് ലക്നൌവിനെ കുറിച്ച്? ലക്നൗ ഉത്തർപ്രദേശിന്റെ തലസ്ഥാന നഗരമാണ് അല്ലെ. ഉത്തർപ്രദേശ് എന്ന് പറയുമ്പോൾ ബ്രഹ്മർഷി ദേശം, മധ്യദേശം എന്നീ പേരുകളിൽ പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന സംസ്ഥാനമായിരുന്നു ഉത്തർപ്രദേശ് എന്ന് പറയുന്നത്. ഏറ്റവും ജനസംഖ്യ കൂടി ഇന്ത്യൻ സംസ്ഥാനമാണ്. ആര്യവർത്തം എന്ന് പ്രാചീന കാലത്ത് അറിയപ്പെടുന്ന സംസ്ഥാനമാണ്. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഏത്? ഉത്തർപ്രദേശ് എന്ന് പറയുന്നത്. ലക്നൗ അല്ല, ലക്നൗ ഉത്തർപ്രദേശിന്റെ തലസ്ഥാന നഗരമാണ് അല്ലെ. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം. എത്ര സംസ്ഥാനങ്ങളുമായിട്ടാണ് ഉത്തർപ്രദേശ് അതിർത്തി പങ്കിടുന്നത്? 8 സംസ്ഥാനങ്ങളുമായിട്ടാണ് ഉത്തർപ്രദേശ് അതിർത്തി പങ്കിടുന്നത്. അപ്പൊ ബ്രഹ്മർഷി ദേശം, മധ്യദേശം, ആര്യവർത്തം, ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നൊക്കെ അറിയപ്പെടുന്ന ഉത്തർപ്രദേശിന്റെ തലസ്ഥാന നഗരമാണ് ഏത്? ലക്നൗ എന്ന് പറയുന്നത്. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ DNA ബാങ്ക് സ്ഥാപിതമായ നഗരമാണ് ലക്നൗ. സ്മോൾ ഇൻഡസ്ട്രി ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം ലക്നൗ ആണ്. ചൗധരി ചരൺ സിംഗ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന നഗരം എവിടെയാണ്? ലക്നൌവിലാണ്. അത് മാത്രമല്ല നാഷണൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് അവിടെ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഷുഗർ കെയിൻ റിസർച്ച് സ്ഥിതി ചെയ്യുന്നുണ്ട്. ലക്നൗ സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? ഗോമതിയാണ്. മിതവാദികളും തീവ്രവാദികളും ഒരുമിച്ച കോൺഗ്രസ് സമ്മേളനം 1916 നടന്നത് ലക്നൌവിൽ വെച്ചിട്ടായിരുന്നു. ഗാന്ധിജി നെഹ്റുവിനെ ആദ്യമായി കണ്ടുമുട്ടിയ കോൺഗ്രസ് സമ്മേളനം നടന്നത് 1916 തന്നെയാണ്. അത് ലക്നൌവിൽ വെച്ച് തന്നെയായിരുന്നു. ജവഹർലാൽ നെഹ്റു നാഷണൽ ഹെറാൾഡ് എന്ന പത്രം പ്രസിദ്ധീകരിച്ച സ്ഥലവും ഇത് തന്നെയാണ്, ലക്നൗ തന്നെയാണ്. നമ്മൾ പറഞ്ഞല്ലോ ഉത്തർപ്രദേശിന്റെ തലസ്ഥാന നഗരമാണ് ലക്നൗ. എന്നാൽ ഉത്തർപ്രദേശിന്റെ സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ലക്നൗ അല്ല, അത് കാൺപൂരാണ്. ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ നഗരം ലക്നൗ അല്ല, കാൺപൂരാണ്. ഉത്തർപ്രദേശിന്റെ വ്യവസായിക തലസ്ഥാനം അല്ലെങ്കിൽ സാമ്പത്തിക തലസ്ഥാനം അത് ലക്നൗ അല്ല, അത് കാൺപൂരാണ്. ഉത്തരേന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നാണ് കാൺപൂർ അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ തുകൽ സിറ്റി എന്നറിയപ്പെടുന്ന നഗരമാണ് കാൺപൂർ. ഓക്കെ, 1925 കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട സ്ഥലമാണ് കാൺപൂർ. ഓക്കെ, ഗ്രീൻ പാർക്ക് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്ന നഗരമാണ് കാൺപൂർ. ദേശീയ പഞ്ചസാര ഗവേഷണ കേന്ദ്രം, നമ്മൾ പറഞ്ഞല്ലോ ഉത്തർപ്രദേശ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ. അപ്പൊ ദേശീയ പഞ്ചസാര ഗവേഷണ കേന്ദ്രം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൾസസ് റിസർച്ച് എന്നിവയുടെ ആസ്ഥാനവും ഏതാണ്? അത് ലക്നൗ അല്ല, കാൺപൂരാണ്. അടുത്ത ചോദ്യം 13ാമത്തെ ചോദ്യം, ഹു ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ ന്യൂ ഗവർണർ ഓഫ് മഹാരാഷ്ട്ര? ആരാണ്? CP രാധാകൃഷ്ണൻ. CP രാധാകൃഷ്ണൻ ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ ന്യൂ ഗവർണർ ഓഫ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്ര എന്തൊക്കെയാണ് പ്രത്യേകതകൾ? ഇന്ത്യയുടെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. വ്യവസായികമായി ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള സംസ്ഥാനം അത് മഹാരാഷ്ട്രയാണ്. ബുദ്ധമതക്കാർ അവിടെ വളരെ കൂടുതലാണ്. ബുദ്ധമതക്കാർ മാത്രമല്ല, പാഴ്സി മതക്കാരും അതുപോലെ തന്നെ ജൈന മതക്കാരും ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം അത് മഹാരാഷ്ട്രയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ 3ാമത്തെ സംസ്ഥാനമാണ്. ജനസംഖ്യ കൂടി 2ാമത്തെ സംസ്ഥാനമാണ്. സംസ്ഥാന അസംബ്ലി ഹാളിൽ മൊബൈൽ ഫോൺ നിരോധിച്ച ആദ്യ സംസ്ഥാനം അത് മഹാരാഷ്ട്രയാണ്. അവിടുത്തെ പുതിയ ഗവർണർ ആരാണെന്നാണ് പറഞ്ഞത്? CP രാധാകൃഷ്ണനാണ്.
ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള സംസ്ഥാനമാണ് മഹാരാഷ്ട്ര എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അവിടെ. ഏറ്റവും കൂടുതൽ നഗരവാസികളുണ്ട്. അൽഫോൺസ മാമ്പഴം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഇത് മഹാരാഷ്ട്ര തന്നെയാണ്. ആധാർ കാർഡ് ബാങ്കിലൂടെ ബന്ധിപ്പിച്ച് ശമ്പളം നൽകിയ ആദ്യ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. നിയമസഭയിൽ ഓൺലൈൻ വഴി ചോദ്യങ്ങൾ ഉന്നയിക്കാൻ അവസരം നൽകിയ ആദ്യ സംസ്ഥാനവും ഏത് തന്നെയാണ്? അത് മഹാരാഷ്ട്ര തന്നെയാണ്. മഹാരാഷ്ട്ര എന്ന് പറയുമ്പോൾ കുറച്ച് കൺഫ്യൂസിങ് ഫാക്ട്സ് അവിടെ വരുന്നുണ്ട്. എലിഫന്റ ഗുഹകൾ എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. എന്നാൽ എലിഫന്റ വെള്ളച്ചാട്ടം മേഘാലയയിലാണ്. എലിഫന്റ ചുരം ശ്രീലങ്കയില് ജാഫ്നയിലാണ്. കണ്ടോ, എല്ലാം എലിഫന്റയാണ്. എലിഫന്റ ഗുഹകൾ മഹാരാഷ്ട്ര, എലിഫന്റ വെള്ളച്ചാട്ടം മേഘാലയ, എലിഫന്റ ചുരം ജാഫ്ന, ശ്രീലങ്കയിലെ ജാഫ്ന. അതുപോലെ തന്നെ സോക്രട്ടീസ് ഓഫ് മഹാരാഷ്ട്ര എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. വിൻസ്റ്റൺ ചർച്ചിൽ ഓഫ് മഹാരാഷ്ട്ര എന്നറിയപ്പെടുന്നത് VD സവർക്കർ ആണ്. മഹാരാഷ്ട്ര സിംഹം ബാലഗംഗാധര തിലകനാണ്. ബോംബെ സിംഹം ഫിറാഷ മേത്തയാണ്. അപ്പോൾ എന്താണ്? സോക്രട്ടീസ് ഓഫ് മഹാരാഷ്ട്ര ഗോപാലകൃഷ്ണ ഗോഖലെ, വിൻസ്റ്റൺ ചർച്ചിൽ ഓഫ് മഹാരാഷ്ട്ര VD സവർക്കർ, മഹാരാഷ്ട്ര സിംഹം ബാലഗംഗാധര തിലകൻ, ബോംബെ സിംഹം ഫിറോഷ മേത്ത. അടുത്ത ചോദ്യം 14ാമത്തെ ചോദ്യം. ഹു വോൺ ദ വിമൻസ് ഏഷ്യ കപ്പ് 2024? വിമൻസ് ഏഷ്യ കപ്പ് 2024 നേടിയത് ആരാണ്? ശ്രീലങ്കയാണ്. അല്ലെ, ഏത് ടീമാണ്? ശ്രീലങ്കയായിരുന്നു. ശ്രീലങ്ക വോൺ ദ വിമൻസ് ഏഷ്യ കപ്പ് 2024. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മുത്ത് എന്നറിയപ്പെടുന്ന രാജ്യമാണ് അല്ലെ ശ്രീലങ്ക. ഇന്ത്യയുടെ കണ്ണുനീർ തുള്ളി എന്നറിയപ്പെടുന്ന രാജ്യവും ശ്രീലങ്ക തന്നെയാണ്. സിലോൺ സരൺദ്വീപ് എന്നറിയപ്പെടുന്ന രാജ്യവും ശ്രീലങ്ക തന്നെയാണ്. ഇന്ത്യയുടേതിന് സമാനമായ പ്രാദേശിക സമയമുള്ള രാജ്യമാണ് ശ്രീലങ്ക. കറുത്ത ജൂലൈ എന്നറിയപ്പെടുന്ന സംഭവം നടന്ന രാജ്യം 1983 കറുത്ത ജൂലൈ എന്നറിയപ്പെടുന്ന സംഭവം നടന്ന രാജ്യം എന്ന് പറയുന്നത് ശ്രീലങ്കയാണ്. ശ്രീലങ്കയുടെ തലസ്ഥാനം ഏതാണ്? ശ്രീ ജയവർദ്ധനപുരം കോട്ടയാണ്. ഔദ്യോഗിക ഭാഷകൾ സിംഹള, തമിഴ്, ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയുള്ളത് ഏത് രാജ്യത്തിനാണ്? ശ്രീലങ്കയ്ക്കാണ്. ഔദ്യോഗിക മൃഗം സിംഹമാണ്. ഔദ്യോഗിക പക്ഷി കാട്ടുകോഴിയാണ്. ഔദ്യോഗിക പുഷ്പം ബ്ലൂ വാട്ടർ ലില്ലിയാണ്. ഔദ്യോഗിക നാണയം ശ്രീലങ്കൻ റുപ്പിയാണ്. LDCയിൽ വന്നിട്ടുള്ളൊരു ചോദ്യമാണ്. കേരളത്തിന് സംസ്ഥാന മത്സ്യം എന്ന പദവി ലഭിച്ച കരിമീൻ ഇന്ത്യയിലല്ലാതെ ലോകത്ത് വേറെ ഏത് രാജ്യത്താണ് കാണപ്പെടുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഏത് രാജ്യത്താണ്? ശ്രീലങ്കയിലാണ്. അപ്പോൾ കേരളത്തിലെ സംസ്ഥാന മത്സ്യം എന്ന പദവി ലഭിച്ചത് കരിമീനാണ്. കരിമീൻ ഇന്ത്യയിലല്ലാതെ ലോകത്ത് ശ്രീലങ്കയിലാണ് കാണപ്പെടുന്നത്. അടുത്ത ചോദ്യം 15ാമത്തെ ചോദ്യം. ഹു ഈസ് ദ ഇന്ത്യൻ പ്ലെയർ ഹു ഹാസ് അനൗൺസ്ഡ് ഹിസ് റിട്ടയർമെന്റ് ഫ്രം ഇന്റർനാഷണൽ ഹോക്കി ആഫ്റ്റർ ദ 2024 പാരീസ് ഒളിമ്പിക്സ്? അതായത് 2024 പാരീസ് ഒളിമ്പിക്സിന് ശേഷം രാജ്യാന്തര ഹോക്കിയിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ താരം ആരാണെന്നാണ് ചോദ്യം. ആരാണ്? റൈറ്റ് ആൻസർ ഈസ് PR ശ്രീജേഷ് ആണ്. 2024 ടോക്കിയോ ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ഭാഗമായിരുന്നു ശ്രീജേഷ്. ഹോക്കിയിൽ നിന്ന് ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സ് നേടുന്ന മൂന്നാമത്തെ മലയാളി താരമാണ് ശ്രീജേഷ്. 2014, 2022 വർഷങ്ങളിൽ ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയ താരമാണ് ഗോൾ കീപ്പറായിട്ടുള്ള ശ്രീജേഷ്. 2015 അർജുന, 2017 പത്മശ്രീ, 2021 രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന, 2022 വേൾഡ് അത്ലീറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം എന്നിവ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. രാജ്യാന്തര ഹോക്കി ഫെഡറേഷന്റെ 2020-21 മികച്ച ഗോൾ കീപ്പറായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം. കഴിഞ്ഞ വർഷത്തിൽ, അതായത് 2023 മികച്ച ഇന്ത്യൻ ഗോൾ കീപ്പർക്കുള്ള ഹോക്കി ഇന്ത്യൻ പുരസ്കാരം ലഭിച്ചതും PR ശ്രീജേഷിന് തന്നെയാണ്. അടുത്ത ചോദ്യം 16ാമത്തെ ചോദ്യം. ഹു ഈസ് ദ ന്യൂ വൈസ് ക്യാപ്റ്റൻ ഓഫ് ഇന്ത്യൻ 2020 ക്രിക്കറ്റ് ടീം? അതായത് ഇന്ത്യയുടെ 2020 ക്രിക്കറ്റ് ടീമിന്റെ പുതിയ വൈസ് ക്യാപ്റ്റൻ ആരാണ്? ശുഭ്മാൻ ഗില്ലാണ്. അപ്പോൾ ഇന്ത്യൻ 2020 ക്രിക്കറ്റ് ടീമിന്റെ പുതിയ ക്യാപ്റ്റൻ ആരായിരുന്നു? സൂര്യകുമാർ യാദവ് ആണ്. അപ്പോൾ സൂര്യകുമാർ യാദവ് ആണ് പുതിയ ക്യാപ്റ്റൻ. വൈസ് ക്യാപ്റ്റൻ ആരാണ്? ശുഭ്മാൻ ഗില്ലാണ്. അടുത്ത ചോദ്യം 17ാമത്തെ ചോദ്യം. വിച്ച് സ്റ്റേറ്റ് ഹാസ് ബീൻ സെലക്ടഡ് ആസ് ദ ബെസ്റ്റ് ഹോർട്ടിക്കൾച്ചർ സ്റ്റേറ്റ് ഇൻ 2024? അതായത് 2024 മികച്ച ഹോർട്ടിക്കൾച്ചർ സംസ്ഥാനമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഏത് സംസ്ഥാനമാണ് എന്നാണ് ചോദ്യം. ഏത് സംസ്ഥാനമാണ്? ദ റൈറ്റ് ആൻസർ ഈസ് നാഗാലാൻഡ്. നാഗാലാൻഡ് ഹാസ് ബീൻ സെലക്ടഡ് ആസ് ദ ബെസ്റ്റ് ഹോർട്ടിക്കൾച്ചർ സ്റ്റേറ്റ് ഇൻ 2024. ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് നാഗാലാൻഡ്. ഫാൽക്കൺ ക്യാപിറ്റൽ ഓഫ് ദി വേൾഡ് എന്ന് വിശേഷിപ്പിക്കുന്ന സംസ്ഥാനവും നാഗാലാൻഡ് തന്നെയാണ്. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ നെഗറ്റീവ് ജനസംഖ്യ വളർച്ചാ നിരക്ക് കൈവരിച്ച ഏക സംസ്ഥാനം അത് നാഗാലാൻഡാണ്. നാഗാലാൻഡിന്റെ ഔദ്യോഗിക ഭാഷ ഏതാണ്? ഇംഗ്ലീഷാണ്. നാഗാലാൻഡിന്റെ ഔദ്യോഗിക ഭാഷ ഏതാണ്? ഇംഗ്ലീഷാണ്. നാഗാലാൻഡ് അതിർത്തി പങ്കിടുന്ന ഏക അയൽ രാജ്യം
ഒരെണ്ണേ ഉള്ളൂ അല്ലേ. നാഗാലാൻഡ് ഒരു രാജ്യമായിട്ട് മാത്രമാണ് അതിർത്തി പങ്കിടുന്നത്, മ്യാൻമാർ ആണ്. നാഗാലാൻഡ് പ്രധാനപ്പെട്ട ദേശീയ ഉദ്യാനം ഇൻതാങ്കി നാഷണൽ പാർക്കാണ്. നാഗാലാൻഡ് പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതം ഫക്കിം വന്യജീവി സങ്കേതമാണ്. ദിമാപൂർ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് നാഗാലാൻഡിലാണ്. പഞ്ചായത്ത് രാജ് ഭരണ സംവിധാനം നിലവിലില്ലാത്ത ഇപ്പൊ PSC യുടെ ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ചാൽ കാണാം നിങ്ങൾക്ക് ഇല്ലാത്തതാണ് അവർ ചോദിക്കുന്നത് അല്ലെ. നമ്മൾ ഉള്ളതാണ് പഠിക്കുക, പക്ഷെ ഇല്ലാത്ത കാര്യങ്ങളും ചോദിക്കാറുണ്ട്. അപ്പൊ പഞ്ചായത്ത് രാജ് ഭരണ സംവിധാനം നിലവിലില്ലാത്ത ഇന്ത്യൻ സംസ്ഥാനം അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഏതാണ്? നാഗാലാൻഡ് ആണ്. ഇന്ത്യയിലെ ആദ്യ ഹരിത വില്ലേജ് നാഗാലാൻഡിലാണുള്ളത്. ആ വില്ലേജിന്റെ പേര് ഗൊനോമ എന്നാണ്. രാജ്യത്തെ ആദ്യ പുകയില വിമുക്ത ഗ്രാമവും നാഗാലാൻഡിൽ തന്നെയാണ്. ഗരിഫെമ എന്ന ഗ്രാമമാണ് രാജ്യത്തെ ആദ്യ പുകയില വിമുക്ത ഗ്രാമം. അപ്പൊ ആദ്യ ഹരിത വില്ലേജും ആദ്യ പുകയില വിമുക്ത ഗ്രാമവും നാഗാലാൻഡിൽ തന്നെയാണ്. ആദ്യ ഹരിത വില്ലേജ് ഏതാണ്? ഗൊനേമയാണ്. ആദ്യ പുകയില വിമുക്ത ഗ്രാമം ഏതാണ്? ഗരിഫെമയാണ്. നാഗാലാൻഡില് കൂഗി ഗോത്രവർഗക്കാർ നടത്തുന്ന പ്രധാന വിളവെടുപ്പ് ആഘോഷമാണ് കൂഗി മിമിക്കിട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഗോത്രവർഗക്കാരാണെങ്കിലും അവിടുത്തെ ഔദ്യോഗിക ഭാഷ ഏതാണ്? ഇംഗ്ലീഷ് ആണ്. നിലവിൽ വന്നത് 1963 ഡിസംബർ 1 തലസ്ഥാനം കൊഹിമയാണ്. ഹൈക്കോടതി ഗുവാഹത്തിയിലാണ്. മൃഗം ഏതാണ്? കാള. കാളയ്ക്ക് ഒരു പേരുണ്ട് അവിടെ, മിഥുൻ എന്നാണ് അവിടുത്തെ കാളയുടെ പേര്. ഒരൊറ്റ ലോക്സഭാ സീറ്റും ഒരൊറ്റ രാജ്യസഭാ സീറ്റും മാത്രമാണ് നാഗാലാൻഡിലുള്ളത്. അവിടെ ഒരു ഫേമസ് ആയ ഒരു ഫെസ്റ്റിവൽ ഉണ്ട് കേട്ടോ, ഹോൺബിൽ ഫെസ്റ്റിവൽ എന്നാണ് അവിടുത്തെ പ്രധാന ആഘോഷമാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ഹോൺബിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വേഴാമ്പൽ ഫെസ്റ്റിവൽ ആണ്. 2020 ത്രിപുരയിലും ഹോൺബിൽ ഫെസ്റ്റിവൽ ആഘോഷിക്കുകയുണ്ടായിട്ടുണ്ട് 2020. അപ്പൊ ഫെസ്റ്റിവൽ ഓഫ് ഫെസ്റ്റിവൽ എന്നറിയപ്പെടുന്ന ആഘോഷമാണ് ഇത് ഹോൺബിൽ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം 18ാമത്തെ ചോദ്യം. വിച്ച് സ്റ്റേറ്റ് ഹാസ് ദ ഹൈയസ്റ്റ് നമ്പർ ഓഫ് സ്പീഷീസ് ഇൻ ദ ഫോന ലിസ്റ്റ് 2023? അതായത് ജന്തുജാലങ്ങളുടെ പട്ടികയിൽ 2023 ഏറ്റവും കൂടുതൽ ഇനങ്ങളെ ചേർത്ത സംസ്ഥാനം ഏതാണ്? ജന്തുജാലങ്ങളുടെ പട്ടികയിൽ നമ്മൾ ഫോന ലിസ്റ്റ് എന്ന് പറയുന്നത്. അതിൽ 2023 ഏറ്റവും കൂടുതൽ ഇനങ്ങളെ ചേർത്ത സംസ്ഥാനം ഏതാണ്? അത് കേരളമാണ്. ഓക്കെ, കേരളത്തിലാണ് ജന്തുജാലങ്ങളുടെ പട്ടികയിൽ 2023 ഏറ്റവും കൂടുതൽ ഇനങ്ങളെ ചേർത്ത സംസ്ഥാനം, അത് കേരളമാണ്. അടുത്ത ചോദ്യം 19ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് സ്പോർട്സ് പേഴ്സൺ റെപ്രസെന്റിംഗ് ഇന്ത്യ ഇൻ പാരീസ് ഒളിമ്പിക്സ് 2024? അതായത് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിക്കുന്ന കായിക താരങ്ങളുടെ എണ്ണം എത്രയാണെന്നാണ് ചോദ്യം. എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാം. എണ്ണം എത്രയാണ്? 117 പേരാണ് അല്ലെ. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിക്കുന്ന കായിക താരങ്ങളുടെ എണ്ണം എത്രയാണ്? 117 ആണ്. 206 രാജ്യങ്ങളിൽ നിന്നുള്ള 10,714 അത്ലറ്റിലും 32 ഇനങ്ങളിലായി 329 മെഡൽ വിഭാഗങ്ങളുമാണ് ഈ മേളയിൽ മത്സരിക്കുന്നത്. അപ്പൊ 206 രാജ്യങ്ങള്, 10,714 അത്ലറ്റുകള്, 32 ഇനങ്ങള്, 329 മെഡൽ. 206, 10,714, 32, 329 ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്തിട്ട് 117 പേര്. അതിൽ ആദ്യ മെഡൽ നേടിയത് ആരാണ്? ഷൂട്ടിംഗ് താരം മനു ബാക്കറാണ് അല്ലെ. ജൂലൈ 28 വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ വെങ്കലം നേടിയാണ് ഹരിയാനക്കാരിയായ മനു ബാക്കർ ചരിത്രം എഴുതിയിട്ടുള്ളത്. 12 വർഷത്തിന് ശേഷമാണ് ഷൂട്ടിംഗിൽ ഇന്ത്യ ഒളിമ്പിക് മെഡൽ നേടുന്നത്. ഷൂട്ടിംഗ് ഇനങ്ങളിൽ ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യ വനിതാ താരമെന്ന ബഹുമതിയോടെയാണ് 22-കാരിയായ മനുവിന്റെ വിജയം. അടുത്ത ചോദ്യം 20ാമത്തെ ചോദ്യം, അവസാനത്തെ ചോദ്യം. വിച്ച് ഗ്ലോബൽ എക്കണോമിക് ഏജൻസി ഹാസ് പ്രെഡിക്റ്റഡ് ദാറ്റ് ഇന്ത്യ വിൽ ഗ്രോ ബൈ 7% ദിസ് ഫിനാൻഷ്യൽ ഇയർ? അതായത് ഇന്ത്യ ഈ സാമ്പത്തിക വർഷം 7% വളരുമെന്ന് പ്രവചിച്ച ആഗോള സാമ്പത്തിക ഏജൻസി ഏതാണ്? ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ആണ്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. ഓക്കെ, വിച്ച് ഗ്ലോബൽ എക്കണോമിക് ഏജൻസി ഹാസ് പ്രെഡിക്റ്റഡ് ദാറ്റ് ഇന്ത്യ വിൽ ഗ്രോ ബൈ 7% ദിസ് financial year? Right answer is International Monetary Fund. നടപ്പ് സാമ്പത്തിക വർഷം, അതായത് 2024 to 2025 വരെ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച 6.5 തൊട്ട് 7% ആയിരിക്കുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സർവേ റിപ്പോർട്ട്. റിസർവ് ബാങ്ക് അടക്കമുള്ള ഏജൻസികൾ പ്രവചിച്ച 7.2% വളർച്ചയിലും കുറവാണ് കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലുള്ളത്. ജനുവരിയിൽ 7% ആയിരുന്നു വിലയിരുത്തൽ. കഴിഞ്ഞ സാമ്പത്തിക വർഷം, അതായത് 2022-23 വളർച്ച 8.2% ആയിരുന്നു. എന്നാൽ 2023 സാമ്പത്തിക സർവേയിലും അനുമാനം 6 മുതൽ 6.8% ആയിരുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്.
ഓക്കെ, അപ്പം നമ്മൾ ഓഗസ്റ്റ് മാസത്തിലെ ആദ്യത്തെ ആഴ്ചയിലെ കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് ഓഗസ്റ്റ് 1 തൊട്ട് 10 വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്? ആരാണ് മഹാരാഷ്ട്രയിലെ പുതിയ ഗവർണർ? ആരാണ്? CP രാധാകൃഷ്ണനാണ്. വിമൻസ് ഏഷ്യ കപ്പ് 2024 നേടിയത് ആരാണ്? ശ്രീലങ്ക. ഏത് ടീമാണ് നേടിയത്? ശ്രീലങ്കയാണ് അല്ലെ. ഇന്ത്യൻ 2020 ക്രിക്കറ്റ് ടീമിന്റെ പുതിയ വൈസ് ക്യാപ്റ്റൻ ആരാണ്? ശുഭ്മൻ ഗിൽ ആണ്. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിക്കുന്ന കായിക താരങ്ങളുടെ എണ്ണം എത്രയാണ്? 117 പേരാണ് അല്ലെ. അതുപോലെ തന്നെ 2024 മികച്ച ഹോർട്ടിക്കൾച്ചർ സംസ്ഥാനമായി തെരഞ്ഞെടുക്കപ്പെടുന്ന ഏത് സംസ്ഥാനമാണ്? നാഗാലാൻഡ് ആണ് അല്ലെ. ജന്തുജാലങ്ങളുടെ പട്ടികയിൽ 2023 ഏറ്റവും കൂടുതൽ ഇനങ്ങളെ ചേർത്ത സംസ്ഥാനം ഏതാണ്? കേരളമാണ്. അങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ ലേണോ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യുക. കാര്യം ഇതിലെടുക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മുടെ LDCയിലും വരുന്നുണ്ട്. നമ്മളിപ്പോൾ തിരുവനന്തപുരം LDC നമ്മൾ നോക്കിയതാണ്, അതിൽ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തായാലും ഇത് ഉപകരിക്കും. സോ താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.